ഇതാണ് രശ്മി സാജു. ഓക്കെ, അപ്പൊ ചേച്ചിയാണ് നമ്മുടെ ചേട്ടന്റെ പ്രിയതമ്മ. ഞാൻ ആക്ച്വലി ചോദിച്ചു കേട്ടോ, ചേട്ടനോട് ചോദിച്ചു ബിഗ് ബോസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞു എനിക്ക് എന്റെ വൈഫിനെ പിരിഞ്ഞിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു 10 ദിവസം ഞാൻ അങ്ങനെ മാറി നിന്നിട്ടില്ല. അപ്പൊ ഇപ്പം റീസെന്റ് നമ്മുടെ ബിഹാർ മിറ്റ്സിൽ ഒരു ഇന്റർവ്യൂലാണ് ഒരു കാര്യം പറഞ്ഞത്, അതത് വൈറലായി. അപ്പൊ അതിനുശേഷം ചേട്ടൻ നിക്കക്കള്ളിയില്ലാതെ കോൾസ് വന്നോണ്ടിരിക്കാന്നാണ് ഞാൻ കേൾക്കുന്നത്. അതല്ല ഈ വൈറൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം ഞാനത് അങ്ങനെയൊന്നും പ്രതീക്ഷയല്ല നമ്മൾ പറഞ്ഞത്. പക്ഷെ അത് ആ രീതിയിൽ പോയി. അപ്പോഴും ഞാൻ പറയണത് ഇപ്പൊ ഇങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ കോള് വന്നിട്ട് ഇന്നലെ തന്നെ UK ഒരു സഹോദരൻ മെസ്സേജ് ഇട്ട് ഞാൻ എന്ത് വേണം ചെയ്തു തരാം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒന്നും വേണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും സാധാരണ പാവപ്പെട്ട ആൾക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പണക്കാരനല്ലട്ടാ പറഞ്ഞത്, എന്നെക്കാളും അത്യാവശ്യമുള്ള കുറേ ആൾക്കാരുണ്ട്, അവർക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇന്നലെയും കൂടി എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ഞാനതൊക്കെ റിപ്ലൈ കൊടുത്തു. അങ്ങനെ പല സ്ഥലത്തുനിന്നും പല ആൾക്കാരും വിളിച്ചു. അവരോടെല്ലാം ഞാൻ പറഞ്ഞത് എനിക്ക് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് സമ്പാദിച്ച് ഞങ്ങളുടെ രീതിയിൽ ഒരു സെറ്റപ്പ് മതിയായിരുന്നു, വേണ്ട ഒരിക്കലും അതിനു വേണ്ടിയല്ല പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതുപോലെ ആവശ്യമുള്ള പല ആൾക്കാരും ഉണ്ടാവും, അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. അതെ, ഇപ്പം ഇനി ഈ വീട്ടിലെ വിശേഷങ്ങളാണ് നമുക്ക് ഇനി അറിയേണ്ടത്. നമ്മൾ കയറി വരുമ്പോ തന്നെ ഒരു കുഞ്ഞിയ സോഫ, ഇവിടെ ഒരു താമര. ഈ ചേട്ടനൊക്കെ പറയും ഇതൊക്കെ എവിടെന്നാ ചേട്ടൻ വാങ്ങിയത് ഈ സോഫയൊക്കെ? ഇത് ഞങ്ങള് പറവൂരുന്നല്ലേ ഉണ്ണേ, ഞാൻ ഇവിടെ ചെറായിന്ന് വാങ്ങിച്ചതാ. ചെറായിന്ന് വാങ്ങിയത്. ഇവിടെ ഒരു വലിയ ട്രോഫി കാണുന്നുണ്ടല്ലോ, എന്റെ എത്ര ഉയരമുള്ള ഒരു ട്രോഫി ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല. എനിക്ക് ക്രിക്കറ്റ് ടീം ഉണ്ട്. ഞങ്ങൾ സെലിബ്രിറ്റി ക്രിക്കറ്റ് ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞ അസോസിയേഷൻ ഉണ്ട് എറണാകുളത്ത്. ഡയറക്ടർമാർക്ക്, പ്രൊഡ്യൂസർമാർക്ക്, കോറിയോഗ്രാഫേഴ്സ്, മിമിക്രിക്കാർ, അങ്ങനെ എല്ലാ ടീമുകളും ഉണ്ട്. 10 ടീമുണ്ട്. അതിലത്തെ ഒരു ടീം എൻ്റെ ടീമാണ്. ആ ടീം തൃപ്പൂണിത്തുറ വെച്ച് വിൻ ചെയ്ത കപ്പാണ്. ഇതുപോലത്തെ ഒരു 4 എണ്ണം കൂടി ഉണ്ട്. അത് ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തത് കളിച്ച് ജയിച്ചു മേടിച്ചതാ. പിന്നെ അത് നോക്കാം. ഇതിന് വെയിറ്റ് ഉണ്ട്. ഇത് ക്രിക്കറ്റിന്റെ ക്രിക്കറ്റ് കളിച്ച ആരോഗ്യമുള്ളവർക്കാണ് ഇത് പൊക്കാൻ പറ്റുള്ളൂ. ഇതെനിക്ക് ഫുട്ബോൾ ടീമുണ്ട്. കഴിഞ്ഞ മുമ്പത്തെ അല്ലേ അതിന്റെ അപ്പൊ അതിന്റെ എല്ലാം കളിയുണ്ട്. ക്രിക്കറ്റ്, കബഡി, ആംഗ്രി ബേർഡ്സ്. ആംഗ്രി ബേർഡ്സ് കളിച്ച് ഞാൻ 24 മണിക്കൂർ ആംഗ്രി ബേർഡ്സിന്റെ ആളാണ്. എന്നിട്ട് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇതാ പരിപാടി. അപ്പൊ വാടക താമസിക്കുന്ന വീടിന്റെ തൊട്ടപ്പുറത്ത് വീടുണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് ഇതിന്റെ ഒച്ച ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾ താമസം തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോ അപ്പുറത്തെ ആന്റി ജേഷ്മിനെ വിളിച്ചു, നിങ്ങളുടെ ബാത്റൂമിൽ ഉണ്ട് സൗണ്ട് ഇപ്പൊ സൈലന്റ് അല്ല മോളെ. എന്താ പറയാ ഇപ്പോഴും ചോദിച്ചു നോക്ക്, 1/2 മണിക്കൂറിൽ മേലെയാണ് ടോയ്ലറ്റിൽ പോകുന്നത്. കളി തോക്കുമ്പോ വാശിയാ. പിന്നെ ഞാൻ എന്തിനാ പോകുന്നുള്ള കാര്യമൊക്കെ മറന്നു. ഇതിന് മാത്രമാവും ഒരു കുഴപ്പമൊന്നുമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അത് ശീലായി. 1 മണിക്കൂർ 1.5 മണിക്കൂർ ബാത്റൂം അല്ല, അത്ര നേരം എനിക്ക് ചെവിക്ക് ഒരു റെസ്റ്റ് കിട്ടില്ല. ഇതാണ് ആക്ച്വലി മേഡ് ഫോർ ഈച്ച് അതർ നമ്മൾ പറയുന്നത്.